ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. മുട്ടക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട വേവിച്ചിട്ടിട്ടുള്ള മുട്ടക്കറിയല്ല, മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ അത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ മക്കൾ രാവിലെ സ്കൂളിലൊക്കെ പോണ തിരക്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇനി മുട്ടയൊക്കെ വേവിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊക്കെ എടുത്തു വരുമ്പോഴത്തേനും നേരം വൈകും എന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ സമയം തീരില്ലാത്ത സമയത്ത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയായിട്ട് ഇത് നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നമുക്ക് മുട്ടയുടെയൊക്കെ എണ്ണം കുറവാണെങ്കിൽ ഒരു മുട്ട വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ കറി ഒരു 3 പേർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കറിയാണ്. അപ്പോൾ ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ സവാളയും തക്കാളിയൊക്കെ എടുക്കുമ്പോൾ അതും അളവ് വളരെ കുറച്ചെടുത്താൽ മതി. അങ്ങനെ ഒരുപാട് സവാളയൊന്നും വേണ്ട. ഒരു വലിയ സവാളയാണെങ്കിൽ ഒരു പകുതി സവാള, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. വേപ്പില, പച്ചമുളക്, ഇതൊക്കെ പേരിന് മാത്രം മതി കേട്ടോ. പച്ചമുളകൊക്കെ ഒരുപാട് എരിവ് അധികമാവും, കാരണം നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. പിന്നെ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളിയും വേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ള്, എല്ലാ പൊടികളും വളരെ കുറച്ചിടാവുള്ളൂ. ഈ കറിക്ക് പൊടികൾ അധികമായ ഭയങ്കര കുത്തായിരിക്കും. അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികൾ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കും. അത് വഴന്ന് വന്നിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ എല്ലാം മാറി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ വെള്ളം തിളയ്ക്കണ വരെയും വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് മുട്ട നമ്മളതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ട നല്ല തിളച്ച വെള്ളമാണല്ലോ, അപ്പോൾ അതിലേക്ക് ചെല്ലുമ്പോൾ തന്നെ മുട്ട വേഗം വെന്ത് വരും. അപ്പോൾ അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഉടച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുത്തി ഒഴിച്ച മുട്ടക്കറി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി ഇളക്കി വരുമ്പോൾ ആ മുട്ട വേവാവും. അതാണ് കറിയുടെ വേവിൻ്റെ പാകം. അപ്പോൾ അത് വേവായി കഴിയുമ്പോൾ നമുക്ക് മുട്ട കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആ കറി കുറുകിയും വരും കേട്ടോ. ഈ മുട്ടയല്ലേ, അതുകൊണ്ട് തന്നെ കറി കുറുകിയും വരും. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തേക്കുക. പിന്നെ അത് ഒരുപാട് സമയത്ത് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ അതിങ്ങനെ വിട്ട് വിട്ട് ചാറ് വേറെയും ഈ മുട്ട അത് വേറെയൊക്കെ ആയിട്ട് കിടക്കും. അത് ആ ഒരു കുറുകി വരുന്ന ആ മുട്ട വെന്തു എന്ന് കാണുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. പിന്നെ ഈ കറി ആണെങ്കിൽ കാണുന്ന പോലെയല്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ് കറി കഴിക്കാനായിട്ട്. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. നന്നായിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റും ആ കറി കൂട്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ അപ്പവും റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ചെടികളുടെ അടുത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ നല്ല മഴയായിരിക്കും, അതുകൊണ്ട് തന്നെ ചെടികൾ നനയ്ക്കാനൊന്നുമില്ല, ചെടികളുടെ അടുത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു 9 മണി ആ ഒരു സമയത്തൊക്കെ മഴയില്ലാതെ നിൽക്കണ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ചെടികളും പൂക്കളൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി വരുമ്പോൾ നമുക്കൊരു നല്ല പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരികയൊക്കെ ഒന്ന് കാണുന്നതാണ്. അപ്പോൾ ഓർക്കിഡൊക്കെ നല്ല സുന്ദരിമാരായിട്ട് പൂത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു തണുപ്പിലേക്ക് കയറണ ഒരു കാലാവസ്ഥയാണല്ലോ, അപ്പോൾ ആ ഒരു അന്തരീക്ഷം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മുട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്, പൂവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു ചെടിയുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി. അത് പൊക്കമുള്ള ടൈപ്പുണ്ട്, പൊക്കം കുറഞ്ഞ ടൈപ്പുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ പൊക്കമുള്ള ടൈപ്പാണ്. ഇതുമ്പോൾ നിറയെ പറവകൾ വന്നിരിക്കും കേട്ടോ, കുഞ്ഞു കുഞ്ഞു വെള്ള പറവകൾ. പൂമ്പാറ്റകളല്ലാതെ അതിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് പറവകളുണ്ടല്ലോ, അത് പല കളർ ഇതിൽ വന്നിങ്ങനെ ഇരിക്കും തേൻ കുടിക്കാനായിട്ട്. നല്ല രസമാണ് കാണാൻ. ഇത് അതിൻ്റെ വേറെ ടൈപ്പ് ഇലയുള്ളത്. ഇതിൻ്റെ തന്നെ പിങ്ക് കളറും കൂടി ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, അത് ഉണങ്ങിപ്പോയി. ഇപ്പോൾ അതിൻ്റെ പൊക്കമുള്ള ടൈപ്പാണ് ആദ്യം കണ്ടത്. ഇത് അതിൻ്റെ വെള്ള കളറ്. ഇത് കുറേ ചട്ടികളിൽ അടുപ്പിച്ച് നടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ നിലത്തൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ വരി വരിയായിട്ട് നട്ടു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. ഇതിപ്പോൾ പിടിച്ച് കിട്ടാൻ പാടാണ്. ആദ്യമൊക്കെ ഇത് പെട്ടെന്ന് പിടിക്കുമായിരുന്നു. കൊമ്പ് നമ്മൾ പെട്ടെന്ന് ഒടിച്ച് കുത്തി വെച്ചാൽ വേഗം പിടിച്ച് കിട്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ പിടിച്ച് കിട്ടാൻ പാടാണ്. പിന്നെ ഇത് നമ്മുടെ തെച്ചിപ്പൂവിൽ നിറയെ പൂവായിട്ട് അതും നിൽപ്പുണ്ട്. ഇതിൻ്റെയും 2 കളർ, ഇത് ചെറിയ ടൈപ്പും ഇതിൻ്റെ തന്നെ വേറൊരു വലിയ ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അങ്ങനെ ഇവരെയൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കയറി വന്നു. ഉച്ചയ്ക്ക് കറി വയ്ക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ ജോലികളിലേക്കൊക്കെ കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ വീണ്ടും അടുക്കളയിൽ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഉള്ളിക്കറി വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ ഉള്ളിയുടെയൊക്കെ സീസണാണല്ലോ, അപ്പോൾ ഇങ്ങനെ സീസണിൽ കിട്ടണ സംഗതികൾ നമ്മൾ കൂടുതൽ കഴിക്കണം എന്നാണ് പറയണത്. അതിന് വിഷാംശവും കുറവായിരിക്കും ആ സമയത്തൊക്കെ സീസണിൽ കിട്ടുമ്പോൾ. ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറികളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉള്ളി ഇപ്പോൾ ധാരാളം കിട്ടണതാണ്. അപ്പോൾ കറികളിലൊക്കെ ധാരാളം ഉള്ളി ഉൾപ്പെടുത്താൻ നോക്കണം എല്ലാവരും. രക്തം ഉണ്ടാവാനൊക്കെ വളരെ നല്ലതല്ലേ. അപ്പോൾ ഞാനിന്നൊരു ഉള്ളിക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്
ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവയും വറ്റൽമുളകും വേപ്പിലയൊക്കെ താളിച്ച് തന്നെ വയ്ക്കാം. ആദ്യമേ തന്നെ താളിച്ചിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിലേക്ക് ഉള്ളി മുഴുവൻ തന്നെയായിട്ട് ഇട്ട് കൊടുത്തേക്കണത്. പിന്നെ ഇപ്പോൾ ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്തു. അത് ഒരു പിടി തേങ്ങയും ഒരു സ്പൂൺ ഉഴുന്നും മുളകും മല്ലിയും കൂടി വറുത്ത് എടുത്തതാണ്. എന്നിട്ടത് മിക്സിയിൽ അരച്ച അരപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ഇത് തീയലല്ല കേട്ടോ, ഇത് ഒരു നീളത്തിലുള്ള ഒരു ഒഴിച്ച് കറി മോഡലിലുള്ള ഒരു കറിയാണ്. പിന്നെ ആവശ്യത്തിന് പുളിയും ചേർത്തിട്ടുണ്ടായി. നമ്മൾ പിന്നെ താളിച്ച് വെച്ചുകൊണ്ട് തന്നെ ഇനി താളിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ച് കറിയാണ്. ഊണിന് കഴിക്കാൻ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായി, അപ്പോൾ അത് മുളരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാനത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സവാളയും പച്ചമുളകൊക്കെ വാടി വന്നപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് വെണ്ടയ്ക്കയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വലിഞ്ഞ് വരണ പാകത്തിന് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിട്ട് ഇന്ന് മീൻ കിട്ടിയത്. മീൻ അല്ലെങ്കിൽ നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടാണ് ബാക്കി പരിപാടികൾക്ക് നിൽക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് വൈകിയ മീൻ കിട്ടിയത് മത്തിയും കൊഴുവയായിരുന്നു. അപ്പോൾ നല്ല മത്തിയായിരുന്നു കേട്ടോ. അതിനകത്ത് നിറയെ പനിഞ്ഞിലൊക്കെ ഉണ്ടായി. അപ്പം ഞാനത് ക്ലീനാക്കിയിട്ട് മത്തി ഇന്ന് ഫ്രൈ ചെയ്യാം, കൊഴുവ നാളെ എടുക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ മത്തി ഫ്രൈ ചെയ്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ല പെരുമഴയായിട്ടുണ്ട് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. അപ്പോൾ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കോഫി ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ പഴയ ബ്രൂവിൻ്റെ കോഫി ആയിരുന്നു, പൗഡറായിരുന്നു ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അതും എടുത്ത് വെച്ചതാട്ടോ. ഇപ്പോൾ നെസ്കഫേയുടെയാണ് എടുത്തത്. അപ്പോൾ പാലൊക്കെ തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് പൊടി ഇട്ടു. അപ്പോൾ ഇത് കുറച്ച് കടുപ്പം കൂടിയതാണെന്ന് തോന്നുന്നുണ്ട്. നല്ല സ്ട്രോങ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് വേണം ഇടാമെന്ന് വിചാരിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കറക്റ്റ് അളവും ഇത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് കോഫി പൗഡറായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ ഇട്ടാൽ മതി, നല്ല പവറുണ്ട്. പിന്നെ ഞാനിത് കോഫിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ടിട്ട് എടുക്കാം. അപ്പോഴത്തേനും മക്കളൊക്കെ സ്കൂൾ വിട്ടൊക്കെ കോളേജ് വിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇനി കോഫി ഇട്ടിട്ട് ഞാനും അപ്പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടി കൂടുതലാണല്ലേ. എന്തെങ്കിലുമൊക്കെ ചൂടോടുകൂടി കഴിക്കാനും ഒക്കെയാണ് നമുക്കിഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ സ്നാക്കൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ബേക്കറി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കോഫി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിത് ഗ്ലാസ്സുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.